പ്രിയ കൂട്ടുകാരെ, ഏവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം. വധുവിനെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഭർത്തൃ വീട്ടിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആ ദുരന്ത വാർത്ത എത്തിയത്. വധുവും പാർട്ടിയും സഞ്ചരിച്ച തോണി മറിഞ്ഞിരിക്കുന്നു. എങ്ങനെ, എപ്പോൾ എന്ന് ചോദിക്കാൻ ആളുകൾ നിന്നില്ല. അവർ പുഴക്കടവിലേക്ക് പാഞ്ഞു. കൂട്ട നിലവിളികളുമായി കുറേ പെണ്ണുങ്ങളും. തോണിയിലുണ്ടായിരുന്നവർ അധിക പേരും നീന്തൽ വശമുള്ളവരായിരുന്നു. എങ്കിലും മഴവെള്ളത്തിലെ ശക്തമായ ഒഴുക്കിൽ അവർ തളർന്നു. കൈകാലിട്ടടിക്കാൻ തുടങ്ങി. കൂട്ട നിലവിളി കേട്ട് ഇക്കരെ നിന്നും ആളുകൾ എത്തിയിരുന്നു. അവരും പുഴയിലേക്ക് എടുത്തു ചാടി. ലൈലമോൾ പട്ടുസാരിയുടെ വലയത്തിൽ നിന്ന് നീന്താനാവാതെ ഒന്നു മുങ്ങി. അടുത്ത നിമിഷം അവൾ ആത്മധൈര്യം വീണ്ടെടുത്തു. ഒഴുക്ക് മുറിച്ചു. കടക്കാനായില്ലെങ്കിലും പതുക്കെ അക്കരയ്ക്ക് നീന്താൻ തുടങ്ങി. പുഴയുടെ ഇരുകരകളിലും ഓടിക്കൂടിയ ജനങ്ങൾ. അതാ ലൈലമോൾ, അതടാ അവൾ. ഒഴുക്കിൻ്റെ ശക്തിയിലും ലൈലമോൾ ആ ശബ്ദം കേട്ടു. വെള്ളത്തിൽ മുങ്ങിയവരെ രക്ഷിക്കാൻ വന്ന തോണിക്കാരനാണ്. അവളുടെ കൈകൾ തളർന്നു തുടങ്ങി. പട്ടുസാരിയുടെ കനം വല്ലാതെ ഉലച്ചു. ഒരു മണിക്കൂറിനകം എല്ലാം ശാന്തമായി. എല്ലാവരും രക്ഷപ്പെട്ടെന്ന് ഉറപ്പുവരുത്തി. കര അടുത്തായതുകൊണ്ട് പലരും നീന്തി കര പറ്റിയിരുന്നു. തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിൽ വെപ്രാളപ്പെട്ടു നിൽക്കുന്ന തൻ്റെ ഉപ്പയെ ലൈലമോൾ കണ്ടു. ആളുകളെ തള്ളിമാറ്റി അവൾ ഉപ്പയുടെ മുമ്പിലെത്തി. എൻ്റെ മോളെ കാതർക്ക അവളെ തന്നോട് ചേർത്ത് പിടിച്ചു. ഇരു കവിളിലും മാറി മാറി ഉമ്മ വെച്ചു. ആ മുഖഭാവം ലൈലമോളെ ഭയപ്പെടുത്തി. കാതർക്ക നെഞ്ചു തടവ് കൂടി ചെയ്തപ്പോൾ അവൾക്ക് പേടിയായി. അവളുടെ മനസ്സിലിപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട തൻ്റെ ഉപ്പ. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരോർമ്മക്കുറിപ്പ് പോലെ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ. സൂക്ഷിക്കണം, അറ്റാക്കാണ്. ഭാഗ്യത്തിനാണ് രക്ഷപ്പെട്ടത്. മനസ്സ് വേദനിക്കുന്ന കാര്യങ്ങളുണ്ടാവാതെ നോക്കണം. ലൈലമോൾ ഉപ്പയുടെ കരം കവർന്നു. അതിൽ ചൂടുള്ളൊരു മുത്തം നൽകി മുഖത്തൊരു ചിരി വരുത്തി. എന്നിട്ട് കൊച്ചുകുട്ടിയെപ്പോലെ പറഞ്ഞു, ഈ ഉപ്പാക്കിതെന്താ? ആൾക്കാർ കണ്ടാൽ എന്താ തോന്നുക? ദാ ഇങ്ങോട്ട് നോക്കിക്ക്, എനിക്കൊരു കുഴപ്പവുമില്ല. അതിൽ കൊള്ളാൻ കാതർക്കാക്ക് അല്പസമയമെടുത്തു. ഇനി എന്തു ചെയ്യും? എങ്ങനെ ഭർത്തൃ വീട്ടിൽ ചെല്ലും? സാരിയൊക്കെ നനഞ്ഞു, കൂടെയുള്ളവരും നനഞ്ഞല്ലോ. എന്താ ചെയ്യുക എന്നാലോചിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ സുബൈർ, ലൈലമോളുടെ ഭർത്താവ്. അവനും നനഞ്ഞു കുതിർന്നിരുന്നു. നിങ്ങൾ ബാപ്പിമോളും ഇവിടെ നിൽക്കണോ? വേഗം ചെല്ലും, അവിടെ എല്ലാവരും നിങ്ങളെ കാത്തു നിൽക്കണ്. നനഞ്ഞ കാര്യം കാതർക്കയുടെ ചുണ്ടോളമെത്തി. അത് മനസ്സിലാക്കിയെന്നോണം സുബൈർ പറഞ്ഞു, ഈ നനഞ്ഞതൊന്നും കാര്യമാക്കേണ്ടെന്നേ. മനഃപൂർവ്വമല്ലല്ലോ. ജീവൻ കിട്ടിയത് തന്നെ ഭാഗ്യം. സുബൈർ തന്നെ മുൻകൈയെടുത്തു. ഓടിക്കൂടിയ ആൾക്കൂട്ടത്തിൽ നിന്ന് അവൻ്റെ ഉമ്മയെയും പെങ്ങളെയും ഏർപ്പാടാക്കി. അവർ വധുവിനെയും പാർട്ടിയെയും കൈപിടിച്ചു കൊണ്ടുപോയി. കടവ് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് വയൽ. അതിൻ്റെ നടുവിലായി വീതി കുറഞ്ഞ മിനുക്കി വെടുപ്പാക്കിയ പാത. ആ പാത സുബൈറിൻ്റെ വീട്ടിൽ ചെന്ന് അവസാനിക്കുന്നു. വധുവും പാർട്ടിയും ആ പാതയിൽ കയറി. അപ്പോൾ ഒരിടി വെട്ടി. ആകാശം പൊട്ടുമാറുച്ചത്തിൽ ശക്തമായ ഒരിടി. മഴ പെയ്യാൻ തുടങ്ങി. ചരൽക്കല്ലുകൾ വന്നു വീഴുന്നത് പോലെ ശക്തമായ മഴ. ആരും കുട ചൂടിയില്ല. മഴയുടെ കുളിരി ഏറ്റുവാങ്ങി അവർ നടന്നു. ലൈലമോൾ തിരിഞ്ഞു നോക്കി. തൻ്റെ പ്രിയപ്പെട്ട ഉപ്പയും നനഞ്ഞു തന്നെ അനുഗമിക്കുന്നത് കണ്ടപ്പോൾ സങ്കടം വന്നു. ഒരു മഴച്ചാറൽ കൊണ്ടാൽ ജലദോഷം പിടിക്കുന്ന ആളാണ് ഉപ്പ. കുട ചൂടിയിട്ട് പോന്നാൽ മതിയെന്ന് വിളിച്ചു പറയാൻ അവൾക്ക് തോന്നി. കഴിഞ്ഞില്ല. താനൊരു പുതുമണവാട്ടിയാണെന്ന ബോധം, മനസ്സിൻ്റെ വേദന അവഗണിച്ച് അവൾ യാത്ര തുടർന്നു. ഇപ്പോൾ കല്യാണ വീട് കാണാം. നനഞ്ഞൊട്ടിയ വധുവിനെയും സംഘത്തെയും വേലിക്കരികിലും ഗേറ്റിങ്കിലും കൂടി നിൽക്കുന്നവർ ഇമവെട്ടാതെ നോക്കുന്നു. കല്യാണപ്പന്തൽ സൗകര്യമുള്ളതും വിശാലവുമായിരുന്നു. പുതുപെണ്ണിൻ്റെ സമയമായതുകൊണ്ട് പുരുഷ പ്രജകൾ തന്നെ കുറവ്. ബന്ധുക്കളും അടുത്തവരുമായി നിന്ന ആണുങ്ങൾ പന്തലിൽ നിന്ന് മാറിക്കൊടുത്തു. ആദ്യം പന്തലിലേക്ക് ഒഴുകിയത് തോർത്തുമുണ്ടായിരുന്നു. 8-10 മുണ്ടുകൾ ധൃതിയിൽ സംഘടിപ്പിക്കപ്പെട്ടിരുന്നു. വാങ്ങാൻ അറച്ചു നിന്നവരോട് സുബൈറിൻ്റെ ഉമ്മ പറഞ്ഞു,
വേഗം നോക്കി ജലദോഷം പിടിച്ച് പനി വന്നാൽ ഞങ്ങളെ കുറ്റം പറയരുത്. ആ തമാശ ചിലർക്ക് ബോധിച്ചു. അവർ തോർത്തുമുണ്ട് വാങ്ങി. തോർത്തിക്കഴിഞ്ഞവർ അടുത്ത ആളുകളിലേക്ക് കൈമാറി. കല്യാണപ്പന്തലിൽ ഓടി നടക്കുകയാണ് സുബൈർ. അവസരത്തിന് തുയരുന്ന ചെറുപ്പക്കാരൻ. ആൾ അധികം സുന്ദരനല്ലെങ്കിലും തൻ്റെടിയാണ്. സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സഹകാരി. ഡിഗ്രി സർട്ടിഫിക്കറ്റുകളുമായി കുറേ ഓഫീസുകൾ കയറിയിറങ്ങി. കുറേ ഇൻ്റർവ്യൂ പ്രഹസനങ്ങളെ അഭിമുഖീകരിച്ചു. നിരാശനായപ്പോൾ വ്യവസ്ഥിതികളോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി. ജീവിക്കണമെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും നേടണമെന്ന വിചാരമുണ്ടായി. സർട്ടിഫിക്കറ്റുകൾ മൂലയിലേക്ക് എറിഞ്ഞ് തൻ്റെ വീടിനടുത്ത് തന്നെ ഒരു കച്ചവടം തുടങ്ങി. സ്റ്റേഷനറി കട. ബാപ്പ നേരത്തെ മരിച്ചു. ഉമ്മയും 3 അനിയന്മാരും ഒരു അനിയത്തിയും അടങ്ങുന്ന കുടുംബത്തിൻ്റെ ഏക അത്താണി. സ്ത്രീധനം വാങ്ങാൻ നിർബന്ധിച്ചത് അമ്മാവനാണ്. വാങ്ങുന്നത് നല്ല ഏർപ്പാടൊന്നുമല്ല. ശരി, സമ്മതിച്ചു. പക്ഷേ അതിനുള്ളൊരു ചുറ്റുപാട് നമുക്ക് വേണം. ഒരു കുടുംബത്തിൻ്റെ പ്രാരാബ്ധം ചുമക്കുന്നവനാണ് നീ, അത് മറക്കണ്ട. ആലോചിച്ചപ്പോൾ അപ്പറഞ്ഞതിൽ സത്യമുണ്ടെന്ന് തോന്നി. ഇപ്പോഴാരാണ് വാങ്ങാത്തത് എന്നൊരു കച്ചവട ബുദ്ധിയും സുബൈറിനുണ്ടായി. സുബൈറിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം പായസവുമായി പന്തലിൽ. ആരോ അപ്പോൾ ലൈലമോളുടെ കാതിൽ മന്ത്രിച്ചു. നോക്കടി ചെക്കൻ, ഇവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല. നിന്റെ കഷ്ടകാലം തുടങ്ങി മോളെ. ലൈലമോൾക്ക് തമാശ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വേദനയും സന്തോഷവും നിറഞ്ഞ ഒരു മന്ദഹാസം. കണ്ണിൽ കുന്തിപ്പുഴയുടെ നനവ്. ഇടയ്ക്കിടെ അവൾ തല ഉയർത്തുന്നത് ഉപ്പയെ നോക്കാൻ മാത്രം. ഈ മുല്ലപ്പൂവ് നനഞ്ഞൊട്ടിയത് കഷ്ടമായിപ്പോയി. കൂട്ടുകാരികൾ വീണ്ടും തമാശയുടെ അമിട്ട് പൊട്ടിക്കുന്നു. അതിലിത്ര സങ്കടപ്പെടാനൊന്നുമില്ല. മുല്ലപ്പൂവ് അല്ലെങ്കിലും ചതയാനുള്ളതല്ലേ. പതിഞ്ഞ സ്വരത്തിൽ ആരോ പറഞ്ഞു. ഒരു കൂട്ടച്ചിരി മുഴങ്ങി. സുബൈറിൻ്റെ ഉമ്മയും ബന്ധുസ്ത്രീകളും ലൈലമോളെ മണിയറയിലേക്ക് ആനയിച്ചു. കൂടെ വന്നവർ അനുഗമിച്ചു. ആകെ തിക്കും തിരക്കും. അറ കാണാനുള്ള തത്രപ്പാട്. ഒന്നിങ്ങോട്ട് മാറി നിൽക്കും കൂട്ടരെ. ആ കുട്ടിക്കത്തിരി ശ്വാസം കിട്ടിക്കോട്ടെ. തിരക്കൊഴിയാൻ തുടങ്ങി. വന്നവർ ലൈലമോളോട് യാത്ര പറഞ്ഞു. പിരിയുകയാണ്. തമാശ പറഞ്ഞു ചിരിക്കുന്നവരും വിട പറയലിൻ്റെ വേദന പങ്കുവെക്കുന്നവരും. ഒടുവിൽ 2 കൈകൾ മൂർധാവിൽ സ്പർശിച്ചപ്പോൾ തല കുനിച്ചിരിക്കുകയായിരുന്ന അവൾ 2 കാലുകളാണ് ആദ്യം കണ്ണിൽപ്പെട്ടത്. ഓർമ്മ വെച്ച നാൾ മുതൽ താൻ കണ്ടുവളർന്ന കാലുകൾ. നിറക്കണ്ണുകളുടെ മുഖമുയർത്തിയപ്പോൾ സങ്കടത്തിൻ്റെ കണ്ണീരൊഴുക്കാനാവാതെ തൻ്റെ ഉപ്പ. ലൈലമോൾക്കും നിയന്ത്രിക്കാനായില്ല. അവൾ ഉപ്പയെ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. അപ്പോൾ അവർക്കിടയിൽ സുബൈറിൻ്റെ ഉമ്മ പ്രത്യക്ഷപ്പെട്ടു. കാതിർക്കയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എന്താ കാതിർക്ക ഇത്? ഇങ്ങനെ വിഷമിച്ചാലോ? ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? എൻ്റെ കരളവോള്. ആയിക്കോട്ടെ, ഇനി മുതൽ ഞങ്ങളുടെയും കരളവോള്. കാതിർക്കയുടെ കണ്ണുകൾ വിടർന്നു. സന്തോഷത്തിൻ്റെ അശ്രുകണങ്ങൾ പൊഴിച്ചു യാത്രാമൊഴി. അത്യുത്സാഹത്തോടെ പടിയിറങ്ങുന്ന ഉപ്പയെ നിറക്കണ്ണുകളോടെ ലൈലമോൾ നോക്കി നിന്നു.